എല്ലാവർക്കും 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിലെ പാഠഭാഗമായ പ്രകാശത്തിൻ്റെ പ്രതിപതനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പരീക്ഷണം ചെയ്തു. ആ പരീക്ഷണത്തിൽ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് പരീക്ഷണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തന്നു. എന്തായിരുന്നു ചോദ്യം? നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെച്ചാണ് പരീക്ഷണം ചെയ്തത്. സിക്കപ്പുറം ഓബ്ജക്റ്റ് അഥവാ കത്തുന്ന മെഴുകുതിരി വെച്ചാൽ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? കോൺകേവ് ദർപ്പണമാണ്, വസ്തു വെച്ചിരിക്കുന്നത് സിക്കപ്പുറമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കുമെന്നായിരുന്നു ചോദ്യം. എല്ലാവരും ആ പരീക്ഷണം കണ്ടതാണ്, നിങ്ങളത് നിരീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം പറയാൻ ഒരു പ്രയാസവുമില്ല. എങ്ങനെയായിരുന്നു പ്രതിബിംബം രൂപപ്പെട്ടത്? പ്രതിബിംബം ചെറുതായിരുന്നു, സ്മാൾ സൈസായിരുന്നു അല്ലേ? രണ്ടാമത്തെ പ്രത്യേകത ഇൻവേർട്ടഡ്. മൂന്നാമത്തെ പ്രത്യേകത റിയൽ ഇമേജ് ആയിരുന്നു. നമുക്കത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും, അതുകൊണ്ടത് റിയൽ ഇമേജ് എന്ന് പറയും, യഥാർത്ഥ പ്രതിബിംബം. നാലാമത്തെ പ്രത്യേകത പ്രതിബിംബം രൂപപ്പെട്ടത് എഫിനും സിക്കും ഇടയിലായിരുന്നു, ബിറ്റ്വീൻ എഫ് ആൻഡ് സി, ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അതായിരുന്നു ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം? നമ്മൾ മെഴുകുതിരിയെ വീണ്ടും നീക്കി സിയിൽ കൊണ്ടുവന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. സിയിലിരുന്നപ്പോൾ, വസ്തു സിയിലിരുന്നപ്പോൾ ഓബ്ജക്റ്റ് അറ്റ് സി, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നായിരുന്നു അടുത്ത ചോദ്യം. എന്തായിരുന്നു? പ്രതിബിംബം ഇൻവേർട്ടഡ് റിയൽ ആയിരുന്നു. അതിൻ്റെ ഇമേജ് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഇൻവേർട്ടഡ് റിയൽ. മൂന്നാമത്തെ പ്രത്യേകത പ്രതിബിംബത്തിൻ്റെ ഉയരവും അല്ലെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സൈസും വസ്തുവിൻ്റെ സൈസും തുല്യമായിരുന്നു അല്ലേ? ഓബ്ജക്റ്റിൻ്റെ സൈസിന് അതേപോലെ തന്നെയായിരുന്നു പ്രതിബിംബത്തിൻ്റെയും വലിപ്പം. പ്രതിബിംബം രൂപപ്പെട്ടത് സിയിൽ തന്നെ, വസ്തു സിയിൽ വെച്ചപ്പോൾ പ്രതിബിംബം സിയിൽ തന്നെ രൂപപ്പെടുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ അസൈൻമെൻറ്റിലെ ചോദ്യങ്ങളുടെ ഉത്തരം. എല്ലാവരും ശരി ഉത്തരം എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഉത്തരങ്ങൾ എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിത് എഴുതി ശേഖരിച്ചു വയ്ക്കണം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വസ്തു പല പൊസിഷനിൽ വെച്ചുകൊണ്ട് പ്രതിബിംബം രൂപപ്പെടുത്തിയത് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം എഴുതാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വസ്തു വിവിധ സ്ഥാനങ്ങളിലൊക്കെ വെച്ച് പരീക്ഷണമൊക്കെ നടത്തി. അപ്പോൾ അതിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ചില ടേമുകളുണ്ട്, പദങ്ങളുണ്ട്. വസ്തുവിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം. അതിനെ രേഖപ്പെടുത്തുന്ന അക്ഷരം യു ആണ്. എന്നാൽ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, അത് രേഖപ്പെടുത്തുന്ന അക്ഷരം വി ആണ്. ഇമേജ് ഡിസ്റ്റൻസ് ആണ് വി. ഇനി ദർപ്പണത്തിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം രേഖപ്പെടുത്തുന്നത് എഫ് ആണ്, ഫോക്കൽ ലെങ്ത്. അപ്പോൾ യു വി എഫ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ടേമുകളെ പരസ്പരം ബന്ധിച്ചുകൊണ്ട് നമുക്കൊരു സമവാക്യം പഠിക്കാം. ആ സമവാക്യം എന്താണെന്ന് നോക്കിക്കുക എല്ലാവരും. 1/f സമം 1/u പ്ലസ് 1/v. ഇത് ദർപ്പണ സമവാക്യം എന്നാണ് അറിയപ്പെടുന്നത്.
അതായത് 1/f സമം, എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഈ സമവാക്യം എല്ലാവരും നോക്കിക്കേ. 1/f സമം 1/u പ്ലസ് 1/v എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. യു എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അഥവാ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്. വി എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം അഥവാ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ സമവാക്യത്തിലെ ഓരോ ടേമുകളും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനെ നമുക്കൊന്ന് പുനഃക്രമീകരിച്ചാലോ? അപ്പോൾ ഇതിലെ ഓരോ ടേമും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് മിറർ ഇക്വേഷൻ അഥവാ ദർപ്പണ സമവാക്യം. ഈ സമവാക്യം എല്ലാവരും കുറിച്ച് വെച്ചേക്കണം, നമുക്ക് ആവശ്യമുണ്ട് ഇനിയും. അപ്പോൾ ഇത് ഒന്ന് പുനഃക്രമീകരിച്ച് നോക്കാം. 1/f സമം u പ്ലസ് വി ഡിവൈഡഡ് ബൈ u ഇൻറ്റു വി അഥവാ യു വി. ഇത് 1/f ആണ് അല്ലേ? അപ്പോൾ എഫ് എന്തായിരിക്കും? എഫ് അങ്ങ് മേളിപ്പോയി അല്ലേ? എഫ് സമം യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. സമവാക്യം ഫോക്കൽ ലെങ്തിന് ഒരു ഇക്വേഷൻ കൂടി ലഭിച്ചു ഇവിടെ, യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി അല്ലേ? അപ്പോൾ ദർപ്പണ സമവാക്യത്തിൽ നിന്ന് എഫിനെ യു വി ബൈ യു പ്ലസ് വി എന്ന മറ്റൊരു ഫോമിലേക്ക് കൂടി നമ്മൾ മാറ്റി. എല്ലാവരും ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോക്കൽ ലെങ്തിനുള്ള ഇക്വേഷൻ നമുക്ക് ലഭിച്ചു. ഇനി ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്ര ആണെന്ന് നമുക്ക് നോക്കാം. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ, നമ്മുടെ ദർപ്പണ സമവാക്യം എന്ന് പറയുന്നത് 1/f സമം 1/u പ്ലസ് 1/v ആണ്. ഇതിൽ നിന്ന് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് അഥവാ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സമവാക്യം രൂപീകരിക്കാൻ പോവുകയാണ്. വി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ വി ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് വി കണ്ടുപിടിക്കണം. വിയെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് 1/u ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 1/f മൈനസ് 1/u സമം 1/v. സംശയമില്ലല്ലോ ആർക്കും? 1/vയുടെ ഇക്വേഷനായി. ഇതിനെ ഒന്ന് പുനഃക്രമീകരിച്ചാൽ എങ്ങനെ വരും? ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ വരും? u മൈനസ് എഫ് ഡിവൈഡഡ് ബൈ യു എഫ് സമം 1/v. അങ്ങനെയാണെങ്കിൽ വി എന്തായിരിക്കും? 1/v ആണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ? 1/v എന്ന് പറയുന്നത് യു മൈനസ് എഫ് ഡിവൈഡഡ് ബൈ യു എഫ്. അങ്ങനെയാണെങ്കിൽ വി എന്തായിരിക്കും? വി അങ്ങ് മേളിപ്പോയി. അപ്പോൾ യു എഫ് അങ്ങ് മേളിപ്പോയി ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. അപ്പോൾ വിയുടെ സമവാക്യം നോക്കിക്കേ. ഇമേജ് ഡിസ്റ്റൻസ് അഥവാ പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള ദൂരം, പ്രതിബിംബത്തിൻ്റെ ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ നമ്മളായി, വിയുടെ ഇക്വേഷനായി. ഇനി അടുത്തത് എന്താണ്? യുവിലേക്കുള്ള അല്ലെങ്കിൽ യു എന്താണ് അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് യു? നമുക്കൊന്ന് ചെയ്തു നോക്കാം. 1/f ഇവിടെ ഇരിപ്പുണ്ട് സമം 1/u ഇട്ടിട്ട് 1/v ഇപ്പുറത്ത് കൊണ്ടുവരിക. പോസിറ്റീവ് 1/v ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1/v സമം 1/u. ഇങ്ങനെയല്ലേ വരുള്ളൂ? അപ്പോൾ നമ്മൾ 1/vയെ ഇടത് സൈഡിലേക്ക് കൊണ്ടുപോകും. അടുത്തത് ഇതിനെ ഒന്നുകൂടെ ഒന്ന് പുനഃക്രമീകരിച്ചാലോ? വി മൈനസ് എഫ് ഡിവൈഡഡ് ബൈ വി എഫ് സമം 1/u അല്ലേ? അപ്പോൾ യു ആയില്ല 1/u ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ യു എടുക്കണം ഇതിന്. അപ്പോൾ യു അങ്ങ് മേളിപ്പോട്ടെ. അപ്പോൾ സമം യു സമം, അപ്പോൾ വി എഫ് അങ്ങ് മേളിപ്പോവും, വി എഫ് ഡിവൈഡഡ് ബൈ വി മൈനസ് എഫ്. അപ്പോൾ ഇതാണ് ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം, വസ്തുവിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു.
വിയുടെ ഇക്വേഷൻ പറഞ്ഞു, ഇപ്പോൾ യുവിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഈ 3 സമവാക്യങ്ങൾ വെച്ചുകൊണ്ട് ചില ഗണിത പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യേണ്ടതായി വരും, പ്രോബ്ലംസ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഈ സമവാക്യങ്ങളെല്ലാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ശ്രദ്ധിക്കൂ, നമ്മളിവിടെ സമവാക്യങ്ങൾ മനസ്സിലാക്കി. പ്രതിബിംബത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും വലിപ്പവും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? അങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ചിഹ്ന രീതിയുണ്ട്, സൈൻ കൺവെൻഷൻ. അതിന് പറയുന്നത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നാണ്. നമുക്ക് പ്രതിബിംബത്തെക്കുറിച്ചും അവയുടെ സ്വഭാവത്തെക്കുറിച്ചും അവയുടെ വലിപ്പത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈൻ കൺവെൻഷനുണ്ട്, ചിഹ്ന രീതിയുണ്ട്. ചിഹ്നങ്ങൾ എങ്ങനെ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പറയുന്നതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് നമുക്കൊരു പടം വരയ്ക്കാം ആദ്യം. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശം വന്ന് പതിക്കുന്ന ഭാഗം ഇതാണ്. അത് നിങ്ങൾക്കറിയാം, കർവ്ഡ് ഇൻവേർഡാണ്, അകത്തോട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിറകുവശം പരിവരുത്തതാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിലേക്ക് നമ്മളൊരു പ്രിൻസിപ്പൽ ആക്സിസ് നേരത്തെ വരച്ചിട്ടുണ്ട്. പരീക്ഷണം ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു മുഖ്യ അക്ഷം വരച്ചിട്ടുണ്ട്. ഈ ദർപ്പണത്തിൻ്റെ മിഡ് പോയിന്റിനെ നമ്മൾ പറയുന്നത്, ദർപ്പണത്തിനെന്ന് പറഞ്ഞാൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ കേന്ദ്രഭാഗം, അതിനെ നമ്മൾ പോളെന്ന് പറയും. പിന്നെ നമുക്കറിയാം ഫോക്കസ് നമ്മൾ പഠിച്ചു. ഇതൊരു ഗോളമായിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ കേന്ദ്രമാണ് സി എന്ന് നമുക്കറിയാം, അല്ലേ? നമ്മളിവിടെ ഒരു വസ്തുവിനെ വെച്ചു. ഇതൊരു ഓബ്ജക്റ്റാണ്. ഓബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ പ്രതിബിംബം ഇവിടെ രൂപപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ചിത്രം എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ അളവുകളും എടുക്കുന്നത് പോളിൽ നിന്ന് ഇടത്തേക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പ്രകാശരശ്മികൾ അങ്ങോട്ടാണ് പോകുന്നത്. അത് പ്രതിഫലിച്ചു പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ എല്ലാ അളവുകളും തുടങ്ങുന്നത് പിയിൽ നിന്നാണ്. ഇതാണ് അതിൻ്റെ ഒറിജിൻ, മൂലബിന്ദു എന്ന് പറയും. പോൾ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് എല്ലാ അളവുകളും നമ്മൾ എടുക്കുന്നത്. ഇതല്ലേ ഓബ്ജക്റ്റ്. ഈ പോളിൽ നിന്ന് ഓബ്ജക്റ്റിലേക്കുള്ള ദൂരത്തെ നമ്മൾ പറയുന്നത് യു എന്നാണ്. എന്നാൽ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരത്തെ നമ്മൾ പറയുന്നത് വി എന്നാണ്. പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തെയോ എഫ് എന്ന് പറയും. അപ്പോൾ നോക്കി, എല്ലാ അളവുകളും, വസ്തു ഇവിടെ നിൽക്കുന്നു, പ്രതിബിംബം ഇവിടെ നിൽക്കുന്നു, എല്ലാം നമ്മൾ പോളിൽ നിന്ന് ഇടത്തേക്കാണ് അളക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രകാശരശ്മി ഇങ്ങോട്ടാണ് വരുന്നതെന്നറിയാം. അതിനെതിരായിട്ടാണ് നമ്മൾ പോളിൽ നിന്ന് വസ്തുവിലേക്ക് അളക്കുന്നത്. അപ്പോൾ പ്രകാശരശ്മിയുടെ പാതയിൽ അളന്നാൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അളന്നാൽ ഇവിടെയായിരുന്നു പ്രതിബിംബമോ അല്ലെങ്കിൽ വസ്തുവോ ഒക്കെ ആണെങ്കിൽ അതെന്ത് വന്നേനെ? പോസിറ്റീവ് വന്നേനെ. ഇതിപ്പോൾ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? ഇടത് സൈഡിലേക്കാണ്. അതുകൊണ്ട് യു എന്തായിരിക്കും അവിടെ? നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം എങ്ങോട്ട് തന്നെ? പതനരശ്മിക്ക് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേയ്ക്ക് എതിർ ദിശയിലേക്കാണ്. അതുകൊണ്ട് വിയും എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഫോക്കസ് ദൂരവും എങ്ങോട്ട് തന്നെ? പോളിൽ നിന്ന് ഇടത്തേക്കാണ്. അതുകൊണ്ട് ഫോക്കസ് ദൂരവും എന്ത് തന്നെ ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി പ്രതിബിംബം വലത്താണ് രൂപപ്പെട്ടതെങ്കിലോ പോളിൽ നിന്ന് വലത്തേക്ക് അളക്കുന്നതൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലാക്കുക, ഇടത്തേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവായിരിക്കും, വലത്തേക്ക് അളക്കുന്നതൊക്കെ പോസിറ്റീവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വസ്തുവിൻ്റെ ഉയരം ഈ മുഖ്യ അക്ഷത്തിന് മുകളിലോട്ടാണ്.
മുകളിലോട്ട് അളക്കുന്നത് എന്താണ്? പോസിറ്റീവായിരിക്കും. അതായത് ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉയരമാണ് ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. അതെന്തായിരിക്കും? മുഖ്യ അക്ഷത്തിന് മുകളിലേക്കാണ്, അതുകൊണ്ട് അത് പോസിറ്റീവായിരിക്കും. എന്നാൽ പ്രതിബിംബം നോക്കിക്കേ, മുഖ്യ അക്ഷത്തിന് താഴേക്കാണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ്, മുഖ്യ അക്ഷത്തിന് താഴേക്കാണ്, അപ്പോൾ എന്തായിരിക്കും? സൈൻ നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, യഥാർത്ഥ പ്രതിബിംബമാണ് ലഭിച്ചത്, അത് തലകീഴാണ്. തലകീഴായതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ്. എന്നാൽ നോക്കിക്കേ, ചില സമയത്ത് ഇവിടെയൊക്കെ പ്രതിബിംബം രൂപപ്പെട്ടത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം വലത്തേക്കല്ലേ അളക്കുന്നത്? അപ്പോൾ ആ വി എന്തായിരിക്കും? ആ കേസിൽ എന്തായിരിക്കും? ശ്രദ്ധിക്കൂ, ഇവിടെ ഇമേജ് രൂപപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൻ്റെ പിറകിലാണ് ഇമേജ് രൂപപ്പെട്ടതെങ്കിൽ അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പോളിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വലത്തേക്കാണ് അളക്കുന്നത്. എന്ന് പറഞ്ഞാൽ പതനരശ്മിയുടെ അതേ ദിശയിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വി പോസിറ്റീവായിരിക്കും അല്ലേ? എന്നാൽ നോക്കിയേ, പ്രതിബിംബം മുഖ്യ അക്ഷത്തിന് മുകളിലോട്ടല്ലേ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അപ്പോൾ മിഥ്യാപ്രതിബിംബമാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവായിരിക്കും. എന്നാൽ യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ചിലർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി നമുക്കൊരു പ്രതിബിംബം രൂപപ്പെടുന്ന ചിത്രം വരയ്ക്കാം. കോൺകേവ് ദർപ്പണത്തിൻ്റെ തന്നെ ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം ഒരു കോൺകേവ് ദർപ്പണം വരച്ചു. പരിപരുത്ത പ്രതലം ആണ് പിറകുവശം. കോൺകേവ് ദർപ്പണം നമ്മൾ വരച്ചു. ഇതിനകത്ത് നമ്മളൊരു മുഖ്യ അക്ഷം വരയ്ക്കുകയാണ്. ഒരു മുഖ്യ അക്ഷം നമ്മൾ വരച്ചു. ഇവിടെ നമ്മൾ പോൾ അടയാളപ്പെടുത്തി, അതിൻ്റെ ഫോക്കസ് അടയാളപ്പെടുത്തി, സി അടയാളപ്പെടുത്തി. ശ്രദ്ധിക്കുക, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും ഫോക്കസിൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കണം. അതായത് നമ്മളൊരു ഓബ്ജക്റ്റ് വയ്ക്കുന്നു. ഓബ്ജക്റ്റ് സിക്ക് അപ്പുറമാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഒ ബി എന്ന പേര് കൊടുക്കുന്നു. അവിടുന്ന് ഒരു പ്രകാശരശ്മി കോൺകേവ് ദർപ്പണത്തിൽ വന്ന് അതിൻ്റെ പ്രതിപതന തലത്തിൽ പതിക്കുന്നു. ഇങ്ങനെ പതിക്കുന്ന പ്രകാശരശ്മി ഏതിൽ കൂടെ തിരിച്ചു പോവും? ഫോക്കസിലൂടെ തിരിച്ചു പോവും. അല്ലേ? പ്രകാശരശ്മി പോകുന്ന വഴി നമ്മൾ ശ്രദ്ധിച്ചു. പ്രതിപതിച്ച് പോകുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അടുത്ത പ്രകാശരശ്മി പോളിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കൂ, പോളിലേക്ക് പോകുന്ന പ്രകാശരശ്മി പോളിൻ്റെ തൊട്ട് താഴെ കൂടെ, പ്രിൻസിപ്പൽ ആക്സിന് താഴെ കൂടെ പ്രതിപതന നിയമം അനുസരിച്ച് തന്നെ പ്രതിപതിച്ചു പോകുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നിടത്ത് പ്രതിബിംബം രൂപപ്പെടുന്നു. ആ കൂട്ടിമുട്ടുന്ന സ്ഥലം നോക്കിയൊക്കെ നിങ്ങൾ, പ്രകാശരശ്മി പോകുന്നത് ഇങ്ങനെ, തിരിച്ചു പോകുന്നത് ഇതിലെ. അപ്പോൾ രണ്ട് പ്രകാശരശ്മികളും, പതനരശ്മി ഇങ്ങനെ ആയിരുന്നു, പ്രതിപതനരശ്മി ഇങ്ങനെ, രണ്ട് പ്രകാശരശ്മികളും കൂട്ടിമുട്ടുന്നിടത്ത് എന്ത് രൂപപ്പെട്ടു? പ്രതിബിംബം രൂപപ്പെട്ടു. എന്ന് പറഞ്ഞാൽ സിക്കും എഫിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെട്ടു അല്ലേ? ഈ പ്രതിബിംബത്തിന് നമ്മളൊരു പേര് കൊടുത്തു, IM, ഇമേജ് എന്ന പേര് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ അളവുകളൊന്ന് രേഖപ്പെടുത്താൻ പോവുകയാണ്. ഈ വസ്തുവിൻ്റെ ഉയരം 12 സെൻറ്റിമീറ്ററാണ്.
പ്രതിബിംബത്തിൻ്റെ ഉയരം 4 സെൻറ്റിമീറ്ററാണ്. വസ്തുവിലേക്കുള്ള ദൂരം, മിററിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് 60 സെൻറ്റിമീറ്ററാണ്. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, ശ്രദ്ധിക്കണം എല്ലാവരും, 20 സെൻറ്റിമീറ്ററാണ്. ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്ക് 20 സെൻറ്റിമീറ്ററാണ്. ഫോക്കസ് ദൂരം, പോളിൽ നിന്ന് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററാണ്. വക്രത ആരം എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് സി വരെ, അതിൻ്റെ സെൻറ്റർ വരെ, ഇതിനൊരു ഗോളമായി നമ്മൾ സങ്കല്പിക്കുമ്പോൾ പോളിൽ നിന്ന് സെൻറ്റർ വരെയുള്ള വക്രത ആരം അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 30 ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്താൻ ശ്രദ്ധിച്ചോണം. 30 30 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ചിഹ്നം കൊടുത്തു നോക്കാം. ആദ്യം ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് നോക്കാം. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ട് പറയും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെ അക്ഷരം ഏതാ? ശരിയാണ്, യു ആണ്. എന്ന് പറഞ്ഞാൽ വസ്തുവിലേക്കുള്ള ദൂരം യു ആണ്. യു നമ്മൾ എങ്ങനെ കൊടുക്കും? യു എത്രയാണ് ഇവിടെ? പോളിൽ നിന്ന് യുവിലേക്കുള്ള ദൂരം എത്ര? 60 സെൻറ്റിമീറ്റർ അല്ലേ? അത് പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ അളക്കുന്നത്? ആണ് അല്ലേ? എല്ലാ അളവുകളും തുടങ്ങുന്നത് പോളിൽ നിന്നാണ്, അതിൻ്റെ ഒറിജിൻ പോളാണ്. അപ്പോൾ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അളക്കുമ്പോൾ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെഫ്റ്റിലേക്ക് അളക്കുന്നതല്ല എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്? നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, നെഗറ്റീവ് 60 സെൻറ്റിമീറ്റർ. ഇനി വി എന്താണെന്ന് നമുക്ക് നോക്കാം. വി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചേക്കുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, ഇമേജ് ഡിസ്റ്റൻസ്. എന്താണ് വി? നോക്കിക്കേ, എത്രയാണ് വന്നിരിക്കുന്നത്? 20 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ വി ഇടത്തേക്കല്ലേ, പോളിൽ നിന്ന് ഇടത്തേക്കല്ലേ നമ്മൾ അളക്കുന്നത്? അപ്പോൾ എന്ത് വരും? -20 സെൻറ്റിമീറ്റർ, നെഗറ്റീവ് 20 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത എഫ് എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് എഴുതിക്കേ എഫിനി. എഫ് എത്രയാണെന്ന് എല്ലാവരും തനിയെ നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതിക്കേ. എഫിലേക്കുള്ള ദൂരം, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം എഴുതിയോ എല്ലാവരും? ഓക്കെ. ഇനി ഞാൻ എഴുതുന്നു, നിങ്ങൾ എഴുതിയത് ഒന്നാണെന്ന് നോക്കിക്കോ. പോളിൽ നിന്ന് ഫോക്കസിലേക്ക്, ലെഫ്റ്റിലേക്കാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്ററാണ്. ചിഹ്നം കൊടുക്കുമ്പോൾ എങ്ങനെ വരും? പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ? അപ്പോൾ നമ്മൾ കൊടുത്തു നെഗറ്റീവ് ചിഹ്നം. ഇടത്തോണ്ടായതുകൊണ്ട് അതും നെഗറ്റീവ്. ഇനി നമുക്കൊരു ദൂരം കൂടെ നോക്കിക്കേ. പോളിൽ നിന്ന് സിയിലേക്ക് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ, അത് 6 എന്ന് കൊടുക്കാം. അതെല്ലാവരും ഒന്ന് കൊടുത്തേ. അതിൻ്റെ സൈൻ ഒന്ന് കൊടുത്തേ. ലെഫ്റ്റിലേക്കാണ് അതും അല്ലേ? അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് എത്ര ദൂരം? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് നെഗറ്റീവ് 30. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി. ഇനി നമ്മുടെ പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും കൊടുക്കണം. വസ്തുവിൻ്റെ ഉയരത്തിന് നമ്മളൊരു പേര് പറയും, HO, ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യ അക്ഷത്തിന് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കാണ് അല്ലേ? അപ്പോൾ മുകളിലേക്ക് അളക്കുന്ന ദൂരം നേരത്തെ ഞാൻ പറഞ്ഞു. എന്താണ് മുകളിലേക്ക് അളന്നത്? ഏത് ചിഹ്നമാണ് കൊടുക്കേണ്ടത്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? മുകളിലേക്ക് അളക്കുന്നത് പോസിറ്റീവ്. പോസിറ്റീവ് എത്ര? ഉയരം എത്ര? 12 സെൻറ്റിമീറ്റർ. ഇമേജിൻ്റെ വലിപ്പം നോക്കിക്കേ. ഇമേജിൻ്റെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലേ? അത് മുഖ്യ അക്ഷത്തിന് താഴേക്കാണ് അല്ലേ? അപ്പോൾ എന്ത് കൊടുക്കും? അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് താഴോട്ടാണ് അല്ലേ? മുഖ്യ അക്ഷത്തിന് താഴോട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചിഹ്നം കൊടുക്കും? നെഗറ്റീവ്. 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓർത്തോണം, ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് വന്നാൽ അത് ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്.
ഈ 2 പോയിൻ്റ് ഓർത്തോണം അല്ലേ. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ചിഹ്നത്തിൽ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നു നമ്മൾ ഇതൊക്കെ ഈ ചിഹ്നമൊക്കെ കൊടുത്തത് എന്തിനാണ്? പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ പിടികിട്ടാനാണ് അല്ലേ. നെഗറ്റീവ് ചിഹ്നമാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നു പ്രതിബിംബം റിയൽ ആയിരിക്കും, അതുപോലെ തന്നെ തലതിരിഞ്ഞതാണ്, ഇൻവേർട്ടഡ് ആണെന്ന് കൂടി മനസ്സിലാവുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ചിഹ്നം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരും ഇത് എഴുതി വയ്ക്കുക, കുറിച്ച് വയ്ക്കുക. നിങ്ങളുടെ പുസ്തകത്തിലെ ടേബിൾ നിങ്ങൾ നോട്ട്ബുക്കിൽ പൂർത്തീകരിക്കുക. ഇത് വെച്ച് ഇനി പൂർത്തീകരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. എന്താണ് ചോദ്യമെന്ന് നോക്കാം. പ്രതിബിംബത്തിൻ്റെ ഉയരം പോസിറ്റീവ് ചിഹ്നത്തോടു കൂടി വന്നാൽ, ഉദാഹരണത്തിന് പോസിറ്റീവ് 10 സെൻറ്റിമീറ്റർ എന്നോ മറ്റോ വന്നാൽ അതിൽ നിന്ന് പ്രതിബിംബത്തിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മനസ്സിലായോ ചോദ്യം? ഇത്രയേ ഉള്ളൂ. പ്രതിബിംബത്തിൻ്റെ ഉയരം പോസിറ്റീവ് ചിഹ്നത്തോടു കൂടി രേഖപ്പെടുത്തിയാൽ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് പോസിറ്റീവ് നമ്പർ, ദെൻ വാട്ട് ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദിസ്? അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് ഈ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് ചില പ്രോബ്ലംസ് ചെയ്യാം. എല്ലാവരും അടുത്ത ദിവസം നന്നായി പഠിച്ച് മനസ്സിലാക്കി വേണം എത്താൻ. ഓക്കെ, താങ്ക് യു.